നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. ഇപ്പോൾ ഈ കനത്ത മഴയിൽ കാട്ടാക്കട അഞ്ചുകൻമൂട് പ്രദേശത്ത് ഒരു 5 വീടുകൾ വെള്ളത്തിലായ ഒരു വിഷയമുണ്ട്. അവിടുത്തെ ഒരു റോഡ് പണിയുമായി ബന്ധപ്പെട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു നടപടി? എന്താണ് ഇപ്പോൾ? ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പൊതുവായിട്ടും അതിന്റെ ഭാഗമായിട്ട് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ പ്രദേശത്തും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് രാവിലെ ഒരു 8 മണിയോടുകൂടി അവിടുത്തെ വാർഡ് മെമ്പർ, കുളത്തുമ്മൽ വാർഡിന്റെ മെമ്പറും അതായത് ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷയുമായ ശ്രീമതി കുമാരി എന്നെ രാവിലെ വിളിക്കുന്നു. അവിടെ ഈ അഞ്ചുതെങ്ങുമൂട് ഭാഗത്ത് ഏതാനും വീടുകൾ, ഏകദേശം 8ഓളം വീടുകൾ വെള്ളം കയറി, വീടിനകത്തോട്ട് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞു. ഞാൻ ഒരു 8-8:30 മണിയോടുകൂടി ആ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ ശരിയാണ്, അവിടെ ഈ വീടുകളിലേക്ക് വെള്ളം കയറുന്നു. ആ വെള്ളം കയറുന്നത് കുളത്തുമ്മൽ തോടിൽ നിന്നാണ് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ കുളത്തുമ്മൽ തോട് കാട്ടാക്കട നെയ്യാറ്റിൻകര റോഡിൽ വന്ന് ചേരുന്ന ഭാഗത്ത് ഒരു കലുങ്ക് ഉണ്ട്. ആ കലുങ്കിന്റെ അറ്റകുറ്റപ്പണി PWD നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഒരു ഭാഗം മണ്ണ് കൊണ്ട് മൂടിയപ്പോഴേക്കും വെള്ളത്തിന്റെ ഒഴുക്ക് അവിടെ തടസ്സപ്പെട്ടു. അങ്ങനെ തടസ്സപ്പെട്ടത് കൊണ്ടാണ് വെള്ളം ഇവരുടെ വീടുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഞാൻ അവിടെ നടത്തിയ പരിശോധനയിൽ ഈ അറ്റകുറ്റപ്പണി നടത്തുന്ന പാലം വെള്ളത്തിന്റെ കുത്തൊഴുക്കില് അതിന്റെ അടിഭാഗത്തുള്ള മണ്ണെല്ലാം ഒലിച്ചുപോയി പാലം അപകടാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കി. ഉടനെ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട കാട്ടാക്കട തഹസിൽദാർ, അതേപോലെ തന്നെ കാട്ടാക്കട SHO, പിന്നെ അതേപോലെ PWDയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട് പിന്നെ അവിടെ ഈ പാലത്തിന്റെ അപകടാവസ്ഥ സാങ്കേതികമായി പരിശോധിച്ചിട്ട് മാത്രമേ വാഹന ഗതാഗതം, കാരണം അത് കാട്ടാക്കടയിൽ നിന്ന് നെയ്യാറ്റിൻകര പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ഒത്തിരി സ്കൂൾ ബസ്സുകൾ, ഇന്ന് സ്കൂൾ അവധിയാണെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ സ്കൂൾ ബസ്സുകളും അത്തരത്തിലുള്ള ഹെവി വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ദൃഢത പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവിടെ വാഹന ഗതാഗതം അനുവദിക്കാൻ പാടുള്ളൂ എന്ന് ഉള്ള ഒരു നിലപാടെടുത്തു. അതിന്റെ ഭാഗമായിട്ട് PWDയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ബഹുമാനപ്പെട്ട തഹസിൽദാർ, കാട്ടാക്കട SHO തുടങ്ങിയവരെല്ലാവരും സ്ഥലത്ത് വന്ന് പരിശോധിച്ച ശേഷം കാരണം ഇനിയിപ്പോ നമുക്ക് അവിടെ റോഡ് പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ള ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ തൂങ്ങാമ്പാറ നിന്ന് കിള്ളി വഴി കിള്ളിയിലേക്ക് കയറുന്ന റോഡിൽ വന്ന് കാട്ടാക്കട തിരുവനന്തപുരം റോഡിൽ കയറി കാട്ടാക്കട വരുന്നു. അപ്പൊ ആ റോഡ് വളരെ കൺജസ്റ്റഡ് ആണ്. അതേപോലെ തന്നെ മറ്റ് ആൾട്ടർനേറ്റീവ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഒത്തിരി കിലോമീറ്ററുകളോളം യാത്ര ചെയ്താൽ മാത്രമേ അടുത്ത് പൂർണ്ണമായി നിരോധിച്ചു കഴിഞ്ഞാൽ, ഈ കാട്ടാക്കട നെയ്യാറ്റിൻകര റോഡ് പൂർണ്ണമായി ഗതാഗതം നിരോധിച്ചു കഴിഞ്ഞാൽ ഗതാഗത സംവിധാനം ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് താൽക്കാലികമായി തീരുമാനിച്ചത് ഒരു ഭാഗത്തേക്കുള്ള യാത്ര കാട്ടാക്കടയിൽ നിന്ന് നെയ്യാറ്റിൻകരയിലേക്ക് പോകുന്ന വാഹനങ്ങൾ മാത്രം ഈ പാലത്തിലൂടെ കടത്തിവിടാനും നെയ്യാറ്റിൻകരയിൽ നിന്ന് കാട്ടാക്കടയിലേക്ക് വരുന്ന വാഹനങ്ങൾ ഈ പറഞ്ഞ തൂങ്ങാമ്പാറ വന്ന് കിള്ളി വഴി കാട്ടാക്കട എത്തുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയത്. ഇപ്പൊ മനസ്സിലാക്കുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും PWDയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും സ്ഥലപരിശോധന നടത്തിയിട്ട് പാലം അപകടാവസ്ഥയിലാണെന്നും ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോ തഹസിൽദാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്കിതിന്റെ ഒരു അൾട്ടർനേറ്റീവ് ഉണ്ടാക്കിയിട്ട് പാലത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കി മാത്രമേ അവിടെ കൂടെ വാഹന ഗതാഗതം അനുവദിക്കാൻ കഴിയുള്ളൂ. അത് പൊതുജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിന് ഉചിതമായ തീരുമാനം ബന്ധപ്പെട്ട വകുപ്പുകൾ അത് ഉടനെ തന്നെ എടുക്കും. എന്തായാലും നിലവില് ഇപ്പോൾ നമ്മൾ ഈ ഒരു സംവിധാനമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാട്ടാക്കടയിൽ നിന്ന് നെയ്യാറ്റിൻകരയ്ക്ക് പോകുന്ന വാഹനങ്ങൾ മാത്രം അതുവഴി അനുവദിക്കുകയും നെയ്യാറ്റിൻകരയിൽ നിന്ന് കാട്ടാക്കടയ്ക്ക് വരുന്ന വാഹനങ്ങൾ തൂങ്ങാമ്പാറ കിള്ളി വഴി കാട്ടാക്കട എത്തുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇത് നമുക്ക് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് വലിയ വിഷയമായിട്ട് ഇവിടെ മാത്രമാണ് ഈ ഒരു സംഭവ വികാസം ഉണ്ടായിട്ടുള്ളത്. അതിപ്പോ നമുക്ക് ആ മണ്ണ് കൂടി കിടന്ന ആ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്, JCB ഉപയോഗിച്ച് ക്ലിയർ ചെയ്തു. ഇപ്പൊ വെള്ളത്തിന്റെ നീരൊഴുക്ക് വളരെ സുഗമമായിട്ടുണ്ട്. എങ്കിലും ഉയർന്ന സ്ഥലത്തുള്ള വെള്ളം താഴേക്ക് ഒഴുകി വരുന്നതിനാൽ നീരൊഴുക്കിന്റെ ശക്തി കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് തുടർന്ന് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ ഒരു അവസ്ഥയിലും ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അതിന് ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്.